ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കോമ്പോണൻറ്റ് ഫോമിൽ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, ഒരു രണ്ട് വെക്ടറിന് കോമ്പോണൻ്റ് എടുത്ത് അത് ഗ്രാഫിക്കായിട്ട് ആഡ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഐ ക്യാപ് ജെ ക്യാപ് ഫോമിൽ എഴുതി നോക്കിയാലോ. എ ബാറിന് എങ്ങനെയാണ് നമുക്ക് ഐ ക്യാപ് ജെ ക്യാപ് ഫോമിൽ എഴുതുക? എ ബാർ ഈക്വൽ ടു എന്താണ്, എ ബാറിൻ്റെ എക്സ് കോമ്പോണൻ്റ് എന്താണ് നോക്ക്, 1.224 ഐ ക്യാപ് പ്ലസ് എ ബാറിൻ്റെ വൈ കോമ്പോണൻ്റ് എന്താണ്, ഇതല്ലേ, അതായത് 2.738 ജെ ക്യാപ്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ബി ബാറിൻ്റെ എക്സ് കോമ്പോണൻ്റ് എന്താണ്, -2.533 ഐ ക്യാപ്. കാരണം എന്താണ്, ഇടത്തോട്ടല്ല, അപ്പോൾ മൈനസ് അല്ലേ വരിക. സിമിലർലി അതിൻ്റെ ബി ബാറിൻ്റെ വൈ കോമ്പോണൻ്റ് 3.09 ജെ ക്യാപ്. ഇപ്പോൾ എ ക്യാപ്പും എ ബാറും ബി ബാറും നമുക്ക് അതിൻ്റെ ഐ ക്യാപ് ജെ ക്യാപ് ഫോമിൽ നമ്മൾ എഴുതി അല്ലേ. ഇനി എ ബാർ പ്ലസ് ബി ബാർ എന്താണ്, എ ബാർ പ്ലസ് ബി ബാർ ഈക്വൽ ടു, അതാണല്ലോ നമ്മൾ കണ്ട് പിടിക്കേണ്ടത്. അത് എത്ര വരിക, 1.244 മൈനസ് 2.533 ഐ ക്യാപ് പ്ലസ് 2.738 പ്ലസ് 3.09 ജെ ക്യാപ്. സെറ്റല്ലേ. അപ്പോൾ ഇതെന്താ വരിക, നമുക്കറിയാം ഇത് ചെയ്തെന്ത് കിട്ടും, -1.309 ഐ ക്യാപ് പ്ലസ് 5.828 ജെ ക്യാപ്. അപ്പോൾ ഇതാണ് നമ്മുടെ എ ബാർ പ്ലസ് ബി ബാറിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത് വരച്ചാൽ അങ്ങനെ ഉണ്ടാവും, വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നോക്ക്, ഐ ബാർ എന്താണ്, ഐ കോമ്പോണൻ്റ് എന്താണ്, -1.309, അതിവിടെ കിട്ടി. സിമിലർലി ജെ കോമ്പോണൻ്റ് എന്താണ്, 5.828, അതാണ് നമ്മൾ വൈ ആക്സിസ് വരച്ചത്. ഇപ്പോൾ റിസൾട്ടിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും മനസ്സിലായില്ല. ഒന്ന് ഇതാണ് ഗ്രാഫിക്കലി ചെയ്തത്, ഇതും ഗ്രാഫിക്കലി ചെയ്തതാണ്. അല്ലെങ്കിൽ നമുക്ക് വെക്റ്റർ ഫോമിൽ ഇങ്ങനെ എഴുതാം. ഈ രണ്ട് മെത്തേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്ങനെ ഇപ്പോൾ കോമ്പോണൻറ്റ് കിട്ടി എങ്ങനെ ഐ ക്യാപ് ജെ ക്യാപിൽ ഫോമിൽ എഴുതാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ വെക്റ്ററൊക്കെ ഫോഴ്സ് ആവാം, വെലോസിറ്റി ആവാം. അപ്പോൾ ഈ കോമ്പോണൻ്റ് എടുത്തിട്ട് റിസൾട്ടൻ്റ് കാണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.